and welcome back to another episode of e.talks spoken English series. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും ആളുകളുമായിട്ട് നമ്മൾ സംസാരത്തിലാണെങ്കിലും ടെലഫോണിലൂടെ സംസാരിക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുക പാടൻ എന്നാണ്. പാടൻ എന്ന് വളരെ കാഷ്വലായിട്ട് പറയുമ്പോൾ പാടൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കുറച്ചുകൂടി ഫോർമലായിട്ടാണെങ്കിൽ ഐ ബെഗ് യുവർ പാടൻ എന്ന് തന്നെ പറയാം. ഐ ബെഗ് യുവർ പാടൻ, ഐ ബെഗ് യുവർ പാടൻ. അത് പ്രത്യേകിച്ച് ഫോൺ വിളിക്കുമ്പോഴാണ് ഐ ബെഗ് യുവർ പാടൻ എന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ നേരിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഐ ബെഗ് യുവർ പാടൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഉറക്കെ പറയണേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അർത്ഥം അങ്ങനെയല്ല, നേരിട്ടുള്ള അർത്ഥം അങ്ങനെ അല്ലെങ്കിലും ഇതാണ് ഉദ്ദേശം. ഓക്കെ, ഐ ബെഗ് യുവർ പാടൻ. ഇനി വേറൊരു രീതിയിൽ പറയാൻ പറ്റുന്നത് സോറി ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ പോയിന്റ്. സോറി ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ പോയിന്റ്. സോറി, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നാണ്. അതായത് അവർ പറയുന്നതിൽ ഉള്ള പ്രശ്നമാണ് എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതിന് പകരം അതെൻ്റെ പ്രശ്നമാണ്, സോറി ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ പോയിന്റ് അല്ലെങ്കിൽ ഐ കുഡന്റ് ഗെറ്റ് യുവർ പോയിന്റ് എന്ന് പറയാം. അതേപോലെ തന്നെ പറയാവുന്ന വേറൊരു ഫ്രേസാണ് സോറി ഐ കുഡന്റ് ഫോളോ യു. ഐ കുഡന്റ് ഫോളോ യു. എനിക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പറയുന്ന രീതിയിൽ, നിങ്ങൾ പറയുന്ന സ്പീഡിൽ എനിക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ രീതിയിലാണ് നമ്മൾ ഒരാളോട് കേട്ടിട്ടില്ലെങ്കിൽ, പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രതികരിക്കേണ്ടത്. അത് ഫോണിലാണെങ്കിലും അല്ലാതെ നേരിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെ പറയാം. സോറി ഐ ബെഗ് യുവർ പാർഡൺ എന്ന് പറയാം. സോറി ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ പോയിന്റ് എന്ന് പറയാം. സോറി ഐ കുഡന്റ് ഫോളോ യു എന്ന് പറയാൻ പറ്റും. ഈ ഐ ബെഗ് യുവർ പാർഡൺ എന്ന് പറയുമ്പോൾ തന്നെ ക്ലിയർ ആണ്, പറഞ്ഞത് കേട്ടിട്ടില്ല, മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി പറയണം എന്ന്. പക്ഷേ ഇനി അവർക്ക് അത് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ലെങ്കിലും ഐ ബെഗ് യുവർ പാർഡൺ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ് എന്ന് ചോദിക്കാം. നിങ്ങളൊന്ന് ഒന്നുകൂടെ പറയുമോ എന്ന് ചോദിക്കാൻ പറ്റുന്നതാണ്. കുഡ് യു പ്ലീസ് റിപ്പീറ്റ്. ഐ ബെഗ് യുവർ പാർഡൺ, ഐ കുഡന്റ് ഗെറ്റ് യുവർ പോയിന്റ്, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് എന്നും ചോദിക്കാവുന്നതാണ്. ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മോട് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാതെ വരും. കേൾക്കാഞ്ഞിട്ടല്ല, കാര്യത്തിൻ്റെ ഗുട്ടൻസ് പിടികിട്ടില്ല. അല്ലെങ്കിൽ ചില വേർഡുകൾ, ടെക്നിക്കൽ ടേമുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് ആയ ആൾക്കാർ സംസാരിക്കുമ്പോൾ, ആ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ പലപ്പോഴും ടെക്നിക്കലായ ടേമുകൾ ഉപയോഗിച്ചെന്നിരിക്കും. ഈ സമയത്തൊക്കെ നമ്മൾ അറിയുന്നത് പോലെ നടിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് അറിയില്ല, ആ വേർഡ് അറിയില്ല എന്ന് സമ്മതിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കാവുന്ന രണ്ട് ഫ്രേസുകൾ ഒന്ന് പഠിച്ചു വെക്കാം. ഒന്ന്, വാട്ട് ഡു യു മീൻ ബൈ ഡാഷ്. അപ്പോൾ ഏത് പദമാണോ നമുക്ക് മനസ്സിലാവാത്തത് അല്ലെങ്കിൽ ഏത് വാക്കാണ് നമുക്ക് മനസ്സിലാവാത്തത്, ആ വാക്ക് മാത്രം എടുത്തിട്ട് ചോദിക്കാം, വാട്ട് ഡു യു മീൻ ബൈ സോ ആൻഡ് സോ എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം, പദമറിയാം, അർത്ഥമറിയാം, പക്ഷേ അത് അവിടെ ഉപയോഗിച്ചതിൻ്റെ ഒരു രീതി നമുക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു സംഗതി, ഇപ്പോൾ എന്തെങ്കിലും ഒരു ടേം ഉപയോഗിക്കുകയും ടേമിൻ്റെ നേരിട്ടുള്ള പദത്തിൻ്റെ അർത്ഥം നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ അവിടെ കുറച്ചും കൂടി വിശാലമായ അർത്ഥത്തിലായിരിക്കണം ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ചോദിക്കാവുന്നതാണ്. കുഡ് യു എക്സ്പ്ലെയിൻ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? Could you explain what do you mean by that? Okay, could you explain what you mean by ആ വേർഡും കൂടി പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാതിരിക്കുകയോ കേൾക്കാതിരിക്കുകയോ കേട്ടത് വ്യക്തമാവാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടത്. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പലപ്പോഴും ചിലരൊക്കെ വളരെ വേഗത്തിൽ സംസാരിച്ചങ്ങ് പോകും. അപ്പോൾ അവരോട് കുറച്ചുകൂടി സാവധാനം സംസാരിക്കാനും അല്ലെങ്കിൽ ഒന്നുകൂടി തിരിച്ചു പറയാനും വേണ്ടി നമ്മൾ പറയുന്നതാണ് ഐ ബെഗ് യുവർ പാർഡൺ എന്ന്. അതേപോലെ തന്നെയാണ് സോറി ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ പോയിന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം സോറി ഐ കുഡന്റ് ഫോളോ യു എന്ന് പറയാം. അതേപോലെ തന്നെ പറഞ്ഞ കാര്യം വ്യക്തമായിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്.
ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ എന്ന് ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ, അല്ലെങ്കിൽ കുഡ് യു എക്സ്പ്ലെയിൻ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്. കുഡ് യു എക്സ്പ്ലെയിൻ, ഒന്നുകൊണ്ട് വിശദമാക്കാമോ എന്ന് ചോദിക്കാവുന്നതാണ്. ഇത്രയും ഫ്രേസുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.